എല്ലാവർക്കും ഗോവിന്ദത്തിലേക്ക് സ്വാഗതം. ശുഭദിനം നേരുന്നു. നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ. ഇന്നത്തെ ദിവസം നമുക്കിന്ന് പഞ്ചതന്ത്രം കഥകൾ കേൾക്കാം. കഥകൾ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ കഥകൾ ഒരു ഉറക്കുപാട്ട് പോലെയാണ്. നമ്മൾ എത്ര വലിയ സ്ട്രെസ് ഉള്ളവരാണെങ്കിലും ഈ കഥകളിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്ന് അത് ശ്രദ്ധിച്ച് കിടക്കുമ്പോൾ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവും, എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും. അതുകൊണ്ട് ഇതൊരു ഉറക്കുപാട്ട് പോലെ തന്നെയാണ്. തന്നെയല്ല, ഇത് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ആ സ്വഭാവ രൂപീകരണത്തിനും അവർക്കതിൻ്റെ ഗുണപാഠങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാനൊക്കെ അവരെ പ്രാപ്തരാക്കുന്ന ഒരു കൃതിയാണ് ഈ പഞ്ചതന്ത്രം. പഞ്ചതന്ത്രത്തിൽ 5 തന്ത്രങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. മിത്രഭേദം, മിത്രസംപ്രാപ്തി, കാകോലുകീയം, ലബ്ധപ്രണാശം, അപരീക്ഷിത കാരകം. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം മനുഷ്യരെ പോലെ പെരുമാറുന്ന മൃഗങ്ങളും പക്ഷികളുമാണ്. ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ സംസ്കൃതത്തിലായിരുന്നു ഇതിൻ്റെ മൂലകൃതി. ഈസോപ്പ് കഥകൾ, അതുപോലെ തന്നെ ലാ ഫോണ്ടൈൻ കഥകൾ, അറബിക് കഥകൾ, അങ്ങനെ പലതരം കഥകൾ നമ്മൾ വായിച്ചിട്ടും കേട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ അവയ്ക്കെല്ലാം പ്രേരകമായി തീർന്ന കൃതിയാണ് പഞ്ചതന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കഥകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നിനോടൊന്ന് കോർത്തിണക്കിയാണ്, ഒന്നിൻ്റെ തുടർച്ചയാണ് അടുത്ത കഥകൾ. അപ്പം നമ്മളിത് ഒന്ന് വിടാതെ കേൾക്കുന്നത് വളരെ നന്നായിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇത് ആസ്വദിക്കാൻ പാകത്തിനാണ് ഈ കഥയുടെ ഒരു പോക്ക്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ, നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സ്വീകരിക്കണം, എന്തെല്ലാം നമ്മൾ തള്ളിക്കളയണം. അതായത് കല്ലും മുള്ളും ചതിക്കുഴികളും നിറഞ്ഞതാണ് നമ്മുടെ ഈ കലിയുഗത്തിലെ ജീവിതം. കൗശലവും നന്മയും കൊണ്ട് അവയെല്ലാം നേരിടേണ്ടത് എങ്ങനെയാണ്, ഇവയെല്ലാം ഓവർകം ചെയ്ത് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ള ഉദാഹരണമാണ് നമുക്ക് ഈ പഞ്ചതന്ത്രത്തിലൂടെ കിട്ടുന്നത്. നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ആ ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ എങ്ങനെ സ്വീകരിക്കാം, എങ്ങനെ അതിലൂടെ മുന്നോട്ട് പോകാം എന്ന് വളരെ സരസമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുള്ള കൃതിയാണ് പഞ്ചതന്ത്രം. തന്ത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് ദക്ഷിണദേശത്ത് മഹിളാരോപ്യം എന്നൊരു നഗരം ഉണ്ടായിരുന്നു. അവിടെ അമരശക്തി എന്ന രാജാവാണ് രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനും പ്രതാപശാലിയുമൊക്കെ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 3 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്: ധനശക്തി, ഉഗ്രശക്തി, അനന്തശക്തി എന്നിങ്ങനെ. അവർ 3 പേരും പഠിക്കാൻ ഒട്ടും മിടുക്കരല്ലായിരുന്നു എന്ന് മാത്രമല്ല അവർക്ക് ബുദ്ധിയേ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവരെ പഠിപ്പിച്ച് മിടുക്കരാക്കാൻ വേണ്ടി രാജാവ് വളരെയധികം ഭഗീരഥ പ്രയത്നം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വന്ന ഗുരുക്കന്മാരെല്ലാം തോറ്റോടി. അത്രയ്ക്ക് അലസന്മാരായിരുന്നു ഈ 3 പുത്രന്മാരും. രാജാവിൻ്റെ ഒരേ ഒരു ദുഃഖവും അതുതന്നെയായിരുന്നു. അങ്ങനെ ഈ കുമാരന്മാരെ എങ്ങനെ നീതിശാസ്ത്രങ്ങൾ അഭ്യസിപ്പിച്ച് സമർത്ഥരാക്കാൻ കഴിയും എന്ന് രാജാവ് തലപുകഞ്ഞ് ആലോചിച്ചു. അതിന് വേണ്ടിയിട്ട് വിളംബരങ്ങളൊക്കെ പുറപ്പെടുവിച്ചു. മന്ത്രിമാരുമായിട്ട് കൂടി ആലോചിച്ചു എന്താണൊരു പോംവഴി എന്ന് ചർച്ച ചെയ്ത് അവസാനം വിഷ്ണു ശർമ്മൻ എന്നൊരു ബ്രാഹ്മണ പണ്ഡിതൻ വരികയാണ്. അദ്ദേഹം വിചാരിച്ചാൽ കുട്ടികളെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സർവ്വവിദ്യകളും പഠിച്ച് മിടുക്കരാകും, അദ്ദേഹത്തിൻ്റെ സഹായത്താൽ അവരെ മിടുക്കരാക്കാൻ സാധിക്കുമെന്ന് മന്ത്രിമാരിൽ ഒരാൾ പറയുന്നു. രാജാവിൻ്റെ കണ്ണുകൾ അങ്ങനെ സന്തോഷം കൊണ്ട് വിടരുകയാണ്. അങ്ങനെ കുട്ടികളെ മിടുക്കരാക്കിയാൽ അളവറ്റ സമ്മാനങ്ങളും രാജ്യത്തിൻ്റെ പകുതിയും നൽകാമെന്ന് രാജാവ് വിളംബരം പുറപ്പെടുവിച്ചാണ് ഈ വിഷ്ണു ശർമ്മൻ വരുന്നത്. അങ്ങനെ അമരശക്തി എന്ന രാജാവ് ഈ വിഷ്ണു ശർമ്മൻ എന്ന ബ്രാഹ്മണനെ കുട്ടികളെ ഏൽപ്പിക്കുകയാണ്. വിഷ്ണു ശർമാവ് അവരെയും കൂട്ടിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്ന ഉടനെ അദ്ദേഹം 5 അപൂർവമായ ഗ്രന്ഥങ്ങൾ എടുത്ത് കുമാരന്മാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 5 അപൂർവ ഗ്രന്ഥങ്ങളാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച മിത്രഭേദം, മിത്രസംപ്രാപ്തി, കാകോലുകീയം, ലബ്ധപ്രണാശം എന്നിവ. അതുപോലെ ലബ്ധപ്രണാശം, അപരീക്ഷിത കാരകം. ഇങ്ങനെ ഈ ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കണം, അതോടെ നിങ്ങൾ ഒരായുസ്സിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിയുമെന്ന് പറഞ്ഞു. കുമാരന്മാർക്ക് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതിനാൽ അവർ ഒട്ടും മനസ്സോടെയല്ല ഗ്രന്ഥങ്ങൾ സ്വീകരിച്ചത്. അങ്ങനെ മനസ്സോടെ ആ ഗ്രന്ഥങ്ങൾ കയ്യിലെടുത്ത് വായിക്കാൻ തുടങ്ങി. പക്ഷേ വളരെ വേഗം കുമാരന്മാർക്ക് അവ ഇഷ്ടമായി. അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു ആ കൃതിയുടെ രചന.
രസകരമായ കഥകളായിരുന്നു. ആ കഥകൾ മുഴുവൻ ഒറ്റ ഇരിപ്പിന് അവരെ വായിച്ചു തീർത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. ഒറ്റ ഇരിപ്പിനെന്ന് ഞാൻ പറഞ്ഞതാണ്. 6 മാസം കൊണ്ടാണ് അവർ ഈ കഥകളെല്ലാം വായിച്ച് മിടുക്കരായി തീർന്നത്. 6 മാസം കഴിഞ്ഞ് ഈ 3 രാജകുമാരന്മാരെയും വിഷ്ണു ശർമ്മൻ അമരശക്തി എന്ന രാജാവിൻ്റെ അടുത്ത് തിരിച്ചേൽപ്പിക്കുകയാണ്, മിടുക്കന്മാരാക്കി. അപ്പോൾ രാജാവ് തന്നെ ആശ്ചര്യം പൂണ്ട് വിഷ്ണു ശർമ്മന് വളരെയേറെ സമ്മാനങ്ങൾ കൊടുത്ത് രാജ്യത്തിൻ്റെ പകുതിയും കൊടുത്തു എന്നാണ് കഥയിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ തന്ത്രമാണ് മിത്രഭേദം. അപ്പം വർദ്ധമാനോ മഹാൻ സ്നേഹ സിംഹഗോ വൃഷയോർവനെ പിശുനേനാതിലുബ്ധേന ജംബുകേന വിനാശിത. അർത്ഥം മനസ്സിലായില്ലല്ലോ. വർദ്ധമാനോ മഹാൻ സ്നേഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ പറയാൻ പോകുന്ന മിത്രഭേദത്തിലെ കഥയെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദക്ഷിണദേശത്തെ ആ മഹിളാരോപ്യം എന്ന നഗരത്തിൽ വളരെ ധനികനായ വർദ്ധമാനകൻ എന്ന ധനികനായ ഒരു വ്യാപാരി ജീവിച്ചിരുന്നു. അതിനെയാണ് വർദ്ധമാനോ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ധനികനായ വ്യാപാരിയും വ്യാപാരിക്ക് 2 കാളകളുണ്ടായിരുന്നു. ഈ കഥയുടെ ചുരുക്കമാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. കഥയിലേക്ക് വരാം നമുക്ക്. കഥ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം നമുക്ക് ഈ വ്യാപാരിക്ക് വളരെയേറെ സ്വത്തുണ്ടായിരുന്നു. അതായത് അളവില്ലാത്ത സ്വത്തുണ്ടായിരുന്നു. എങ്കിലും ജോലിയൊന്നും ചെയ്യാതെ ഒരു നിമിഷം പോലും അലസനായിട്ട് ഇരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കുറേയേറെ ധനമുണ്ടല്ലോ, ഞാൻ ജോലി ചെയ്യാതിരുന്ന് ഭക്ഷണം കഴിച്ചാൽ പോരെ എന്ന് അദ്ദേഹം വിചാരിച്ചില്ല. വളരെയധികം കഠിനാധ്വാനിയായിരുന്നു ഈ വർദ്ധമാനകൻ എന്ന ധനികൻ. അങ്ങനെ ധനം വെറുതെ കൂട്ടി വയ്ക്കാനുള്ളതല്ല, ധനം ഉപയോഗിച്ച് കൂടുതൽ സമ്പാദിക്കുന്നവനാണ് ബുദ്ധിമാനെന്നും അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ കുന്നുകൂട്ടിയ ധനമെല്ലാം ഇല്ലാതാവാൻ ഒരു നിമിഷം പോലും വേണ്ട എന്നും അദ്ദേഹം മനസ്സിലാക്കി വച്ചിരുന്നു. അപ്പം മറ്റേതെങ്കിലും ദിക്കിൽ ചെന്ന് കച്ചവടം ചെയ്ത് കൂടുതൽ ധനം സമ്പാദിക്കണം, ഇങ്ങനെയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി മറ്റ് നഗരത്തിലേക്ക് പോവുകയാണ്. സ്വന്തം ജന്മസ്ഥാനം വിട്ട് വേറൊരു നഗരത്തിലേക്ക് യാത്ര പുറപ്പെടുന്നു. 2 വെള്ളക്കാളകളെ പൂട്ടിയ വണ്ടിയിൽ നിറയെ കച്ചവട സാധനങ്ങളും ശേഖരിച്ചാണ് ഈ വർദ്ധമാനകൻ എന്ന വ്യാപാരി പുറപ്പെട്ടത്. അങ്ങനെ നഗരങ്ങളും ഗ്രാമങ്ങളും ഒക്കെ പിന്നിട്ട് അവരൊരു കൊടുങ്കാട്ടിൽ പ്രവേശിക്കുകയാണ്. അവിടെ കൊടുങ്കാട് എന്ന് ഉദ്ദേശിച്ചാൽ നമുക്കറിയാം, വൻമരങ്ങൾ ഇടതൂർന്ന് വളർന്ന കാട്ടിലെത്തിയതോടെ, അതായത് സൂര്യപ്രകാശം എത്തി നോക്കാത്ത അത്ര കൊടുങ്കാട്. യാത്ര വളരെ ദുർഘടമായി. ദുഷ്ടമൃഗങ്ങളുടെ പേടിപ്പിക്കുന്ന മുരൾച്ചയും ശബ്ദവും മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. കാളകളും നടുങ്ങി വിറച്ച മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ വണ്ടിയിലെ ഈ സാമഗ്രികളുടെ ഭാരവും അവയെ വല്ലാതെ തളർത്തിയിരുന്നു. പകൽ മുഴുവൻ ഇതിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുകയല്ലേ. അപ്പോൾ ഈ കാളകളിൽ സഞ്ജീവകൻ എന്നവൻ മുൻകാലുകൾ ചെളിക്കുഴിയിൽ അങ്ങ് താണുപോയി. എത്ര ശ്രമിച്ചിട്ടും കാലുകൾ അനക്കാൻ ആ സാധുവിന് കഴിഞ്ഞില്ല. അപ്പോൾ കാള അങ്ങ് കുഴഞ്ഞു വീഴുകയാണ്. കാല് ചെളി താണു പോയിട്ട് ഉയർത്താൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ വണ്ടിക്കാരൻ മുന്നിൽ സഞ്ചരിച്ചിരുന്ന വർദ്ധമാനകൻ്റെ അടുത്ത് ഓടിയെത്തി കാര്യം പറഞ്ഞു. കാളയുടെ ഈ ദുസ്ഥിതി ഓർത്ത് അദ്ദേഹത്തിനും വളരെ ദുഃഖം തോന്നി. പക്ഷേ യാത്ര മതിയാക്കി കാളയുടെ ആരോഗ്യം തിരിച്ചു കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി കുറച്ച് ദിവസം അവിടെ അവർ തങ്ങി. എന്നാൽ 5 ദിവസം കഴിഞ്ഞിട്ട് ഈ സഞ്ജീവകൻ എഴുന്നേൽക്കുകയുണ്ടായില്ല. നിരാശയായി ഈ വ്യാപാരിക്ക്. അപ്പോൾ അദ്ദേഹം തൻ്റെ കൂടെയുള്ള സേവകന്മാരോട് പറഞ്ഞു, നമുക്ക് യാത്ര തുടരാം. 2 പേര്, നിങ്ങൾ 2 പേര് ഈ പാവം കാളയ്ക്ക് കൂട്ടിരിക്കുക. അത് എഴുന്നേൽക്കുന്നെങ്കിൽ അതിനെയും കൂട്ടി എന്നെ പിന്തുടരുക. അഥവാ കാള മരിച്ചു പോവുകയാണെങ്കിൽ അതിനെ യഥാവിധി സംസ്കരിച്ച ശേഷം മടങ്ങി വന്നാൽ മതിയെന്ന് പറഞ്ഞു. കാളയ്ക്ക് തിന്നാനായി കുറേ വൈക്കോലും ആ സേവകരെ ഏൽപ്പിച്ചു. എന്നിട്ട് വ്യാപാരി ഈ മറ്റേ കാളയായിട്ട് സാധന സാമഗ്രികളുമായിട്ട് മുന്നോട്ട് യാത്ര തുടർന്നു. എന്നാൽ ഈ സേവകന്മാരെന്ത് ചെയ്തു എന്നറിയണ്ടേ? ഈ ക്രൂര ജന്തുക്കളല്ലേ ഈ കൊടുങ്കാട്ടിൽ രാവും പകലും കഴിച്ചു കൂട്ടുന്ന കാര്യം ഓർത്തപ്പോൾ അവർക്ക് പേടിയായി. അവർ വിചാരിച്ചു, കേവലം ഈ ഒരു കാളയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെന്തിനാ ഈ കാട്ടിൽ, ഈ കൊടുങ്കാട്ടിൽ ഇങ്ങനെ കഴിയുന്നത്? നമ്മുടെ ജീവൻ അപകടത്തിലാക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് നേരം വെളുത്താലുടനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം. യജമാനോട് ഈ കാള ചത്തുപോയി എന്ന് കള്ളം പറയാം എന്ന് ഒരുവൻ പറയുകയാണ്. മറ്റവനും അത് സമ്മതിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവർ വർദ്ധമാനകൻ്റെ അടുത്തെത്തി കാള മരിച്ചെന്ന് കള്ളം പറഞ്ഞു. കാളയുടെ ജഡം സംസ്കരിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിയെത്തിയതെന്നും അവർ വർദ്ധമാനകനോട് പറയുകയാണ്. അത് കേട്ട് വർദ്ധമാനകൻ അതീവ ദുഃഖിതനായി. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മറ്റ് കൂടെയുള്ളവരോട് കൂടി നഗരം ലക്ഷ്യമാക്കി യാത്ര തുടരുകയും ചെയ്തു.
അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. സഞ്ജീവകൻ എന്ന കാള അതിനിടയിൽ എഴുന്നേൽക്കാനൊരു ശ്രമം നടത്തി. ഒരു വിധത്തിൽ അവൻ ചെളിക്കുണ്ടിൽ പുതഞ്ഞു പോയ കാലുകൾ വലിച്ചെടുത്ത് മുടന്തി മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ തൊട്ടടുത്തുള്ള യമുനാ നദിയുടെ കരയിലെത്തി അവൻ വയറ് നിറയെ വെള്ളം കുടിച്ചു. അവിടെ നദിക്കരയിൽ സമൃദ്ധമായിട്ട് പുല്ല് വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ പുല്ലും തിന്നു. അപ്പോൾ അത്രയും ദിവസം ഇങ്ങനെ കാല് കുഴിയിൽ പുതഞ്ഞു പോയി ചതുപ്പിൽ താഴ്ന്നു പോയി ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരുന്നതുകൊണ്ട് അവന് നല്ല പോലെ വിശപ്പുണ്ടായിരുന്നു. അവൻ വിശപ്പും ദാഹവും തീരുന്നത് വരെ സമൃദ്ധമായിട്ട് വളർന്നു നിൽക്കുന്ന ആ പുല്ലും നദിയിലെ വെള്ളവും കുടിച്ചു. ഇങ്ങനെ ദിവസവും നല്ല പുല്ലും വെള്ളവും കുടിച്ച് അവൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. കഴുത്തിലാണെങ്കിൽ ഇപ്പോൾ ആ വണ്ടിക്കാളയുടെ ആ ഭാരം ചുമക്കേണ്ട അവസ്ഥയില്ല. കാട്ടിലാരും അവനെ നിയന്ത്രിക്കാനില്ല. അവൻ വളരെയധികം സ്വതന്ത്രനായിട്ട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും തുള്ളിച്ചാടി അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാട്ടിലെ രാജാവായ പിങ്കളകൻ എന്ന സിംഹം വെള്ളം കുടിക്കാനായിട്ട് ഈ യമുനാ നദിയുടെ കരയിലേക്ക് വരികയാണ്. പക്ഷേ അവൻ അപരിചിതമായിട്ടൊരു ശബ്ദം കേൾക്കുകയാണ്. ശബ്ദം കേട്ട് ഈ പിങ്കളകൻ ഞെട്ടിവിറച്ചു. മുമ്പൊരിക്കലും ഇങ്ങനൊരു ശബ്ദം ഈ സിംഹം കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. സഞ്ജീവകൻ മുക്രയിടുന്ന ശബ്ദമാണ് ഈ സിംഹം കേട്ടത്. പക്ഷേ അപരിചിതമായിരുന്നത് കൊണ്ട് അവന് കാള മുക്രയിടുന്നതാണെന്ന് മനസ്സിലായതേയില്ല. ആ കാള എന്ന ജീവിയെ സിംഹം അതുവരെ കണ്ടിട്ടേയില്ല. അങ്ങനെ അപരിചിതമായ ആ ശബ്ദം കേട്ടതോടെ പിങ്കളകൻ്റെ മനസ്സ് അസ്വസ്ഥമായി. ഈ ഭീകരനായ ഏതോ ഒരു പുതിയ ജന്തു കാട്ടിലെത്തിയിട്ടുണ്ടായിരിക്കും. ആരായിരിക്കും അത്? അവൻ്റെ കൈ കൊണ്ടാണോ തൻ്റെ അന്ത്യം? അങ്ങനെ ധൈര്യമെല്ലാം ചോർന്ന പിങ്കളകൻ ഇത് തന്നെ വിചാരിച്ച് ഒരു ആൽമരത്തിൻ്റെ കീഴിൽ ചെന്ന് കിടന്ന് ഇങ്ങനെ കൂനിക്കൂടിയിരിപ്പായി. ഇങ്ങനെ അവന്, അതായത് ജീവഭയമില്ലാത്ത ആരുമില്ലല്ലോ, ഇങ്ങനെ ഒരു പുതിയ ശത്രു തനിക്ക് ഉണ്ടായിരിക്കുകയാണെന്നുള്ളൊരു തോന്നലായിരുന്നു പിങ്കളകന്. അങ്ങനെ ഈ പിങ്കളകൻ്റെ മന്ത്രിമാരായിട്ട് 2 കുറുക്കന്മാരുണ്ടായിരുന്നു. അവരുടെ മക്കളായിരുന്നു ദമനകനും കരടകനും. ഈ രാജാവിൻ്റെ പെട്ടെന്നുള്ള ഈ ഭാവമാറ്റം ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടെ ഈ കാര്യം മാറി നിന്ന് സംസാരിച്ചു. എടാ കരടക, നമ്മുടെ രാജാവിനെ ഏതോ മഹാദുഃഖം അലട്ടുന്നുണ്ട്. വളരെ പ്രതാപത്തോടെ, അങ്ങനെ ഉഗ്രപ്രതാപത്തോടെ തലയുയർത്തി നടന്ന നമ്മുടെ രാജാവ് ഇതേ വിഷണ്ണനായിട്ട് കൂടി ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന കണ്ടില്ലേ? എന്താണ് കാര്യമെന്ന് നമുക്കൊന്ന് അന്വേഷിച്ചാലോ എന്ന് ദമനകൻ ചോദിക്കുകയാണ് കരടകനോട്. കരടകൻ പറഞ്ഞു, വേണ്ട, അനാവശ്യ കാര്യങ്ങളിൽ തലയിടുന്നത് ആപത്താണ്. അത് മരണം വിളിച്ചു വരുത്തും. മരത്തടികൾക്കിടയിൽ കുടുങ്ങിപ്പോയ കുരങ്ങൻ്റെ കഥ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കരടകൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് ഒരു ക്വസ്റ്റ്യനാണ്. അതായത് മരത്തടികൾക്കിടയിൽ കുടുങ്ങിപ്പോയ കുരങ്ങൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു കഥയിൽ നിന്ന് അടുത്ത കഥയിലേക്ക് ഇങ്ങനെ കോർത്ത് വെച്ചിരിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ കഥ, തടിയിൽ കുടുങ്ങിയ കുരങ്ങൻ. അതെന്ത് കഥയാണെന്ന് ദമനകൻ ചോദിക്കുന്നവന് ഉത്തരമായിട്ട് ഈ രണ്ടാമത്തെ കഥ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം, തടിയിൽ കുടുങ്ങിയ ആ കുരങ്ങൻ്റെ കഥ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അമ്മമാർ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതിനെ നാടക രൂപത്തിലാക്കാം, ഇതിന് ക്യാപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ സമ്മറി, അതായത് 3-1 സംഗ്രഹിക്കാം. മറ്റു ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യാം. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസ്കൃതത്തിലോ മറ്റു ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ ഈ കഥകൾ കേൾക്കുന്നത് കൊണ്ട് പല ഗുണങ്ങളുമുണ്ട്. ഇതിൻ്റെ ഗുണപാഠം എന്താണെന്ന് എഴുതാം. എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ശ്രദ്ധിക്കുക.